തിങ്സ്പീക്ക് IoT ഗൂഗിൾ ചെയ്യുക. അപ്പോൾ അതിൽ കാണുന്ന ഫസ്റ്റ് സൈറ്റ്, അതായത് ഫസ്റ്റ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. തിങ്സ്പീക്ക് എന്ന് പറയുന്ന ഒരു ബേസിക് IoT പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഡാറ്റ സെർവറിലോട്ട് അപ്ലോഡ് ചെയ്ത് നമുക്കത് വിഷ്വലൈസ് ചെയ്തൊക്കെ കാണാൻ പറ്റും. ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പം നമുക്ക് അക്കൗണ്ട് ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് വൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ക്രിയേറ്റ് വൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വരും. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആദ്യം കൊടുക്കുക, പിന്നെ ഫസ്റ്റ് ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ നമ്മൾ ഇന്ത്യ എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ അത് സ്ക്രോൾ ചെയ്ത് നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഇപ്പം ഞാനിത് വിൻ എക്സൽ എന്നാണ് കൊടുക്കുന്നത് ഫസ്റ്റ് നെയിം. പിന്നെ നമ്മുടെ ലാസ്റ്റ് നെയിമും കൊടുക്കുക. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വരും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് അവിടെ ഒരു ഐക്കൺ ഉണ്ട് ടിക്ക് ചെയ്യാൻ, അതും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മാട്ലാബിൽ നിന്നുള്ളൊരു ഇമെയിൽ വരും. അതിൽ നമ്മൾ ആ ലിങ്കിൽ വെരിഫൈ ചെയ്യുക. ആ വെരിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഓപ്ഷൻ വരുന്നത് സെലക്ട് എ വെബ്സൈറ്റ് ആണ്. അത് ഇന്ത്യ എന്നും കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ വെരിഫൈഡ് ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ വരുന്നു. നമ്മളിപ്പോൾ പാസ്വേഡ് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ സൈനപ്പ് സക്സസ്ഫുൾ ആയി. ലാസ്റ്റ് പാസ്വേഡും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ എന്തിനാണെന്നുള്ള രീതിക്കാണ് തിങ്സ്പീക്ക്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ന്യൂ ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പം ഈ ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ വെച്ചിട്ടുള്ളൊരു ഡാറ്റ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നെയിം എനിക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞോ അങ്ങനെ നമുക്ക് നെയിം കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ ഓരോ ചാനലും എന്താണ് നമ്മൾ ആ ചെയ്യുന്ന ഡേറ്റ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ചാനലിൽ ഇപ്പം ഞാനിപ്പോൾ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണലാണ്. അപ്പം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇന്ന പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതല്ലാതെ പിന്നെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫീൽഡ് 1, ഫീൽഡ് 2, ഫീൽഡ് 3 അങ്ങനെ 8 ഫീൽഡോളം ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര ഡേറ്റ ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 വാല്യൂ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഫസ്റ്റ് വാല്യൂ ഫീൽഡ് 1ലും സെക്കൻഡ് വാല്യൂ ഞാൻ ഫീൽഡ് 2ലും കൊടുത്തു. പിന്നെ നമ്മൾ സേവ് ചാനൽ കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട അതായത് 2 ഫീൽഡ് 1ഉം ഫീൽഡ് 2ഉം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫീൽഡിൽ നമ്മൾ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു പെൻ പോലത്തെ സിമ്പിൾ എഡിറ്റിൻ്റെ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഞാൻ ആ ഫസ്റ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് കൊടുത്തു. സെക്കൻഡ് അതുപോലെ തന്നെ ഫീൽഡ് 2ൻ്റെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഹ്യൂമിഡിറ്റി എന്ന് കൊടുത്തു. സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും വന്നു. ഇനി നമുക്ക് ആഡ് വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ഗേജ് എടുത്തു. ഈ ഗേജ് എടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അത് ഞാൻ അതിൽ ടെമ്പറേച്ചർ എന്ന് കൊടുത്തു. അത് പിന്നെ ഏത് ഫീൽഡാണെന്നുള്ളത് ചൂസ് ചെയ്യുക.
അപ്പോൾ അത് ഓൾറെഡി സെലക്ട് ചെയ്ത് കിടന്നുകൊണ്ട് ഞാൻ ഫീൽഡ് 1 തന്നെ കിടപ്പുണ്ട്. അത് നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെഡാണ് അവിടെ കിടക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞെക്കുക. ഇവിടെ നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് കൊടുക്കുക, ഫീൽഡ് 2 സെലക്ട് ചെയ്യുക. ഹ്യൂമിഡിറ്റി ഫീൽഡ് 2 ആയിരുന്നു, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും, അതായത് ഗേജും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിടാൻ പോവാണ്. അതായത് ഈ 2 ഡിസ്പ്ലേ, അതായത് ആ ഒരു ഗേജിൻ്റെ ഡിസ്പ്ലേ ഞാൻ ടെമ്പറേച്ചറിൻ്റെയും ഹ്യൂമിഡിറ്റിയുടെയും റീഅറേഞ്ച് ചെയ്ത് മുകളിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മളിത് റീഅറേഞ്ച് ചെയ്തിട്ടു. ഇനി നമ്മൾ API കീസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഡേറ്റ റൈറ്റ് API കീ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ആ കീ ആണ് നമുക്ക് നമ്മുടെ കോഡിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്.